അമ്മയും തുടർന്ന് 2025 പ്രാരംഭമായ വെള്ളിയാഴ്ച ഹല്ലേലൂയ ദേശത്തിനുള്ള കുടിവരവിന്റെ ആദ്യത്തെ പ്രാർത്ഥനയാണ്. രാത്രികാലം ദൈവത്തിന്റെ വചനം നമ്മളോട് കൈമാറുവാൻ, നമ്മളെ ആത്മാവിൽ ഉറപ്പിക്കുവാൻ, വചനത്തിൽ ഉറപ്പിക്കുവാൻ ഇന്ന് രാത്രികാലം ഈ ദൈവത്തിന്റെ ദാസനെ കർത്താവ് നമ്മുടെ മധ്യ അയച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം തന്നോട് കർത്താവ് സംസാരിക്കുന്ന വചനങ്ങൾ അത് നമ്മളിലേക്ക് കൈമാറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറേണ്ടതിനും നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് ഉറപ്പും ധൈര്യമുള്ളതുമായി മാറേണ്ടതിനും അന്ധകാര ശക്തികളെ കാണുമ്പോൾ പതറിപ്പോകുവാനല്ല, അതിന് നേരെ പോരാടുവാനുള്ളതായിരിക്കുന്ന ശക്തി പ്രാപിക്കേണ്ടതിനും ഇന്ന് രാത്രികാലം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വചനത്തിന് മുന്നിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവയെ തുടർന്നുള്ളതായിരിക്കുന്ന സമയങ്ങളിൽ അവരോടൊന്നും പറയുന്നില്ല. തുടർന്നുള്ളതായിരിക്കുന്ന സമയങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ മുമ്പിൽ അധികം സമയങ്ങളിൽ വേറിട്ടില്ലല്ലോ. ആമീൻ. ഹല്ലേലൂയ ഉള്ള സമയങ്ങളൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത ദൈവദാസന് സമർപ്പണമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആമീൻ. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ആമീൻ നല്ല ആമീൻ ഹല്ലേലൂയ മനസ്സോടെ ഹൃദയ ഒരുക്കത്തോടെ ആയിരിക്കാൻ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കാം. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവവചനത്തിനായി ദൈവദാസനെ ഞാൻ മുൻപോട്ട് സ്വാഗതം ചെയ്യുന്നു. കരങ്ങളെ തട്ടി കർത്താവിനെ മഹത്വം കൊടുക്കാം. കർത്താവിന്റെ ധന്യമേറിയ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊന്നിച്ച് വീണ്ടും ഒരിക്കൽ കൂടെ ഐക്യക്കൂട്ടായ്മയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, കർത്തൃസന്നിധിയിൽ നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനൊക്കെ ദൈവം സഹായിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഐക്യക്കൂട്ടായ്മയ്ക്കും വളരെയധികം നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതിന് ചുമലെന്തി നിൽക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ജോസഫ് സഹോദരൻ തന്റെ കുടുംബം, ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന പ്രിയ വാത്സല്യ പിതാവ്, അതുപോലെ തന്നെ പ്രിയ വിളിച്ച ശേഷമായിരിക്കുന്ന മാതാക്കൾ, സഹോദരിമാർ, വാത്സല്യ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാം പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വീണ്ടും വരാമെന്ന് അരുളി ചെയ്ത ക്രിസ്തുയേശുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. രാത്രി നമ്മെ ധാരാളമായി അവിടെ അനുഗ്രഹിക്കട്ടെ. 2024 ഒത്തിരി ദുഃഖങ്ങളും വേദനകളും ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ നമുക്ക് തന്നിട്ട് അതിവിടെ വാങ്ങിപ്പോയി. എന്നാൽ 2025 നമുക്ക് പ്രവേശിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം നമുക്ക് അനുവാദം നൽകി തന്നു. എത്രയോ പ്രിയപ്പെട്ടവർക്ക് ഈ 2024 പ്രാരംഭം കണ്ടിട്ട് അതിൻ്റെ അവസാനത്തിലെത്തുവാൻ കഴിയാതെ ലോകത്തു നിന്ന് മരണപ്പെട്ടു മാറി. നമുക്ക് അതിൻ്റെ അവസാനം കാണുവാനും അതുപോലെ 2025 പ്രവേശിക്കുവാനും ഒക്കെ ദൈവം അവിടുന്ന് കൃപ ചെയ്തു അനുവാദം തന്ന വാർത്തകർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ നമ്മളോടുള്ള സ്നേഹം, ദൈവത്തിൻ്റെ നമ്മളോടുള്ള കരുതൽ, ദിവ്യ പരിപാലനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹവും ശ്രേഷ്ഠകരവുമായിരുന്നു എന്ന് നമുക്ക് കഴിഞ്ഞൊരു വർഷം കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു എങ്കിലും അതൊന്നും നമ്മെ വേട്ടയാടി തകർത്ത് കളയാതെ ദൈവം തന്റെ കൃപയാൽ നമ്മെ എല്ലാവരെയും നിറച്ചനുഗ്രഹിച്ച് നമ്മെ എന്നയോളം കൊണ്ടുവന്നു. ദൈവത്തിന്റെ കൃപ എന്ന് അല്ലാതെ മറ്റൊന്നും പറയാനില്ല. നിന്നതല്ല നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയത്. നാം നടന്നതല്ല, ദൈവം നമ്മെ നടത്തിയത്. ജീവിച്ചതല്ല, ദൈവം നമ്മെ ജീവിപ്പിച്ചതാണ്. നമ്മളിവിടത്തോളം വന്നതെല്ലാം ദൈവത്തിന്റെ ദയ ഒന്ന് മാത്രമാണ്. നമ്മുടെ കഴിവല്ല, നമ്മുടെ പുണ്യപ്രവൃത്തിയല്ല, നമ്മുടെ ജീവിതത്തിന്റെ എന്തെങ്കിലും രീതികൾ കൊണ്ടല്ല, യാതൊരു സംവിധാനങ്ങളും കൊണ്ടൊന്നുമല്ല. ദൈവത്തിന് നമ്മളോട് സ്നേഹം തോന്നി നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ ഇനിയും നിറവേറാൻ ബാക്കിയുള്ളത് കൊണ്ടൊക്കെ തന്നെ
ദൈവം നമ്മെ നിലനിർത്തി എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയുവാനില്ല, പ്രശംസിപ്പാനില്ല. നമുക്ക് പ്രശംസിപ്പാനുള്ളത് നമ്മുടെ കർത്താവായ യേശുവിനെ മാത്രം. ആ ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ പിന്നെയും ബലത്തോടെ നടത്തേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും വന്ദനത്തെയും അറിയിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ നമുക്ക് ശാന്തമായി ചില ദൈവവചന ചിന്തകൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ആത്മീക മുന്നേറ്റത്തിന് വളർച്ചയ്ക്ക് ഉതകുന്ന നിതാന്തമാകുന്ന ഉപോത്ബലകമാകുന്ന ദൈവവചനത്തിന്റെ ഈടുറ്റ സത്യങ്ങളെ ഗ്രഹിച്ച് നമുക്ക് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയോടെ മടങ്ങുവാൻ കർത്താവിന് ശരണപ്പെടുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചിന്തിക്കേണ്ടതിന് ആവശ്യമായി ചിന്തയ്ക്കാധാരമായി വിശുദ്ധ തിരുവഴുത്തിൽ നിന്നും എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10, 12, 13 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 10, 12, 10 മുതൽ 11, 12 3 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവേൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. വളരെ സുപരിചിതമായ ഒരു തിരുവഴുത്താണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇന്ന് രാത്രിയിൽ ഈ വചനം ഞാനിങ്ങനെ വരുന്ന വഴിക്ക് തന്നെ ഹൃദയത്തിൽ തന്നൊരു പ്രേരണ. അതുകൊണ്ട് ഇതിവിടെ ഇന്ന് രാത്രിയിൽ പറയണമെന്നുള്ള ദൈവത്തിന്റെ താല്പര്യമായതുകൊണ്ടായിരിക്കാം മറ്റാരെയും കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന സമയം മുതൽ കേൾക്കുന്ന വാക്കുകൾ, പ്രാർത്ഥനയുടെ മറ്റിതര വാക്കുകളെല്ലാം ഈ ഒരു ചിന്തയോട് അടിസ്ഥാനപ്പെടുത്തിയുള്ളതായി. ഞാൻ അപ്പുറത്ത് വന്നപ്പോൾ കേട്ട വാക്കുകളെ, ഇവിടെ വന്നിരുന്നപ്പോൾ കേട്ടതായ ഒരു വാക്കുകൾ, പ്രാർത്ഥനയിൽ കൂടെ കേട്ട വചനങ്ങൾ, അപ്പോൾ തന്നെ ഇവിടെ പാടിയ പാട്ടുകൾ, അതിനുശേഷം ഇപ്പോൾ കർത്താവിദാസ് നാം ഒന്നിച്ച് ആത്മാവിനെ ആരാധിച്ച് ആരാധന കൺക്ലൂഷൻ ചെയ്യുമ്പോൾ താൻ പ്രസ്താവിച്ച വാക്കുകളൊക്കെ തന്നെ ഈ വാക്യങ്ങളുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള പദങ്ങൾ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. 2025 എന്ന് പറയുന്നത് ഒരു അനുഗ്രഹത്തിന്റെ വർഷമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2025 നമുക്കൊരു വെല്ലുവിളി മുൻപിലുണ്ടായിരിക്കണം. ഞാൻ അനുഗ്രഹം പ്രാപിക്കും. ആത്മീയമായും ഞാൻ അഭിവൃദ്ധി പ്രാപിക്കും, ഭൗതികമായും ഞാനൊരു അഭിവൃദ്ധി പ്രാപിക്കും, ശാരീരികമായും മാനസികമായും ഞാൻ അഭിവൃദ്ധി പ്രാപിക്കും, ഞാൻ അനുഗ്രഹം പ്രാപിക്കുമെന്നുള്ള ഒരു വെല്ലുവിളി നമുക്ക് മുമ്പിലുണ്ടായിരിക്കണം. സ്തോത്രം. ഈ 2025 എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിൽ തന്നൊരു വെളിപ്പാടാണ്. സ്തോത്രം. 2025 എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഉപരിയായി സാത്താന്യ തന്ത്രങ്ങൾ ഏറ്റവും അധികം കൂടുതലായി വ്യാപരിക്കുന്ന ഒരു വർഷമായിരിക്കും 2025. അതുകൊണ്ട് ദൈവത്തിന്റെ ജനം കഴിഞ്ഞ കാലങ്ങളിൽ ആയിരുന്നത് പോലെ ആയിരുന്നാൽ അവന്റെ തന്ത്രങ്ങളിൽ നാം പരാജയപ്പെട്ടു പോകും. സ്തോത്രം. 2025 എന്ന് പറയുന്നത് സാത്താന്യ സാമ്രാജ്യങ്ങൾ ഒന്നിച്ച് ശക്തിയോടെ എഴുന്നേറ്റ് വന്ന് കഴിയുന്നത്ര വൃതന്മാരെ തെറ്റിച്ചു കളയേണ്ടുന്നതിന് അവൻ അഹോരാത്രം പണിപ്പെട്ടും അശ്രാന്തം പരിശ്രമിച്ചും കൊണ്ട് അവൻ മുന്നേറി വരുന്ന ഒരു വർഷമാണ് 2025 എന്ന ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ ദിവസത്തെ വൃത്തത്തിൽ ഒരു വെളിപ്പാട്. ഹല്ലേലൂയ. ആ വെളിപ്പാട് തന്നിട്ട് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന വാക്യമാണ് ഞാൻ ഇന്ന് രാത്രി വായിച്ചത്. ഒടുവിൽ കർത്താവിലും
അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. സ്തോത്രം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം എന്ന് പറയുന്നത് തന്നെ ഓരോ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് പൗലോസ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സഭയും ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധം. വല്ല ബന്ധമുണ്ടോ? ക്രിസ്തുവുമായിട്ട് സഭയ്ക്ക് വല്ല ബന്ധമുണ്ടോ? അതോ ചുമ്മാ സഭയാണെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണോ? സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ക്രിസ്തു നമ്മുടെ തലയാണ്. ആ തലയാകുന്ന ക്രിസ്തുവുമായിട്ട് സഭയാകുന്ന ശരീരത്തിന് വല്ല ബന്ധവുമുണ്ടോ? അത് കേവലം പേര് പറഞ്ഞിങ്ങനെ പോകുവാന്നോ എന്ന് നമ്മെ ഒന്ന് വിചിന്തനം ചെയ്യണം. അതുകൊണ്ട് ഒന്നാമത്തെ അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നത് സഭ ക്രിസ്തുവിന്റെ ശരീരം എന്നാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ സഭ ക്രിസ്തുവിന്റെ ആലയമാണെന്ന് പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ അധ്യായത്തിൽ സഭ ക്രിസ്തുവിന്റെ മർമ്മമാണ്. നാലാം അധ്യായത്തിൽ സഭ ക്രിസ്തുവിന്റെ പുതുമനുഷ്യനാണ്. അഞ്ചാമത്തെ അധ്യായത്തിൽ സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ആറാമത്തെ അധ്യായത്തിൽ സഭ ക്രിസ്തുവിന്റെ പടയാളിയാണ് എന്ന് പൗലോസ് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ക്രിസ്തുവും സഭയും എന്ന വിഷയത്തെയാണ് പൗലോസ് ഈ എഫേസ്യ ലേഖനത്തിനകത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ക്രിസ്തുവും സഭയും. ഹല്ലേലൂയ. അതിൽ ആറാമത്തെ അധ്യായത്തിൽ പറയുന്നു ക്രിസ്തു നമ്മുടെ തലയായിട്ടിരിക്കുമ്പോൾ ശരീരമായിരിക്കുന്ന സഭ ഒരു പടയാളിയും കൂടെയാണ്. ഒത്തിരി പോർക്കളമേടുകളുണ്ട്, ഒത്തിരി പോരാട്ടങ്ങളുണ്ട്, ഒത്തിരി വെല്ലുവിളികളുണ്ട് സഭയ്ക്കെതിരെ. സ്തോത്രം. അപ്പൊ അതിനെതിരെ പടപൊരുതണമെങ്കിൽ നാം പ്രാപിച്ച ഈ ശക്തി കൊണ്ട് പറ്റില്ല. ഈ ശക്തി പോലെ നമ്മൾ പാടി പാട്ടുന്നത് കേഴം പറഞ്ഞ ഓരോ വാക്കുകളെല്ലാം കണക്റ്റഡ് അല്ലേ? അത് പാടി തന്നെ അമിത ബലം തരണമേ എന്ന് നമ്മൾ പാടി, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ എന്ന് പാടിയിട്ട് ഹല്ലേലൂയ നമുക്ക് അമിത ബലം തരണം. അമിത ബലം പ്രാപിക്കണം. അമിത ബലം പ്രാപിച്ച ബലം പോരാ. ആമേൻ. 2025 എന്ന് പറയുന്നത് പൈശാചിക തന്ത്രങ്ങളുടെ ഒരു വർഷമാണ്. അതിനു എതിരെ നിൽക്കണമെങ്കിൽ ഈ ശക്തി പോരെന്ന് വചനം പറയുക, പരിശുദ്ധാത്മാവ് പറയുക, ദൈവം പറയുക, ഈ ശക്തി പോരാ. അമിതമായിട്ടും ഒരു ബലം പ്രാപിക്കണം, ശക്തി പ്രാപിക്കണം. പത്താമത്തെ വാക്യത്തിലൂടെ വായിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. എന്തിനാണ് ശക്തിപ്പെടേണ്ടത്? ആരാണ് ശക്തി പ്രാപിക്കേണ്ടത്? സ്തോത്രം. ഈ വാക്യത്തിന്റെ താഴത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പലരും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്ന, പഠിച്ചു വച്ചിരിക്കുന്ന ഒരു ഭാഗം അവിടെ നമുക്ക് കാണാൻ കഴിയും. അവിടെ വായിക്കുന്നത് ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിനും ശക്തിപ്പെടുത്തി പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടുന്നതിന് ഇത്രേ നമ്മൾ വായിക്കത്തുള്ളൂ. അതുകൊണ്ടായി കൺഫ്യൂഷൻ വരുന്നത്. ഈ ശക്തി പ്രാപിക്കാൻ പറഞ്ഞത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടുന്നതിനല്ല. കൺഫ്യൂഷൻ ഉണ്ട്. ഇവിടെ ഇങ്ങനെ തുടർമാനം വായിച്ച് നമ്മൾ അവിടെ നിർത്തുന്നത് കൊണ്ടാണ് അവർക്ക് പ്രശ്നം വരുന്നത്. പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടുന്നതിന് അവിടെ പുസ്തകമൊന്നുമില്ല. നമ്മൾ അവിടെ പുസ്തകം വിട്ടങ്ങ് നിർത്തുകയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തെറ്റായ ചിന്തകൾ
നമ്മുടെ അകതാരിൽ വന്നിട്ട് വചനത്തെ കൊട്ടിക്കളയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ശക്തി പ്രാപിക്കണം. ആര് ശക്തി പ്രാപിക്കണം? എന്തിന് ശക്തി പ്രാപിക്കണം? ഹല്ലേലൂയ. ഈ ബാഹ്യ മനുഷ്യൻ പ്രാപിക്കുന്ന ഒരു ശക്തിയെ പറ്റി അല്ല പറയുന്നത്. ഹല്ലേലൂയ. ബാഹ്യ മനുഷ്യന് ശക്തി വേണമെങ്കിൽ മണ്ണിന്റെ ഉൽപ്പന്നങ്ങൾ ഭക്ഷിച്ചാൽ മതി. സമയോചിതമായി കറക്റ്റായിട്ട് നല്ല പോഷകമുള്ള ആഹാരം കഴിച്ചാൽ മതി. ജലപാനം നടത്തിയാൽ മതി. ശരീരത്തിന് ശക്തി ഉണ്ടാകും. ഈ ബാഹ്യ ശരീരത്തിന്റെ ശക്തി പ്രാപിക്കലല്ല പൗലോസ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിന്റെ അമിതബലത്തിലും ശക്തിപ്പെടാൻ പറഞ്ഞത് ഈ മൺശരീരത്തിന്റെ ശക്തിയല്ല. ഈ മൺശരീരം ശക്തി പ്രാപിച്ച് മുൻപോട്ട് പോകാൻ അതിന് വേറെ വ്യവസ്ഥകളുണ്ട്, വേറെ രീതികളുണ്ട്. അത് എങ്ങനെ ചെയ്യണമെന്ന് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇല്ലെങ്കിൽ ശരീരം ബലഹീനപ്പെടും. അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയി. ഒരു അമ്മ തന്റെ കൊച്ചിനെ കൊണ്ടുവന്ന് ഛർദ്ദിപ്പിക്കുന്നു. ഞാൻ ചോദിച്ചെന്ന് പറ്റി? അവള് വെള്ളം കുടിച്ചപ്പോൾ ഛർദ്ദിക്കുന്നു. ഞാൻ പറഞ്ഞു ആഹാരം വെള്ളം കഴിച്ചോ? അവൾ ആഹാരം അങ്ങനെ കഴിക്കത്തുമില്ല, ഇപ്പൊ കഴിച്ചിട്ടുള്ളൂ. ഞാൻ കാഞ്ഞു കിടക്കുന്ന വയറ്റിനകത്തോട്ട് ഈ ആവശ്യമില്ലാത്ത വെള്ളം കുടിച്ചാൽ അത് വയർ അംഗീകരിക്കത്തില്ല. സ്തോത്രം. ഉദരം അത് സ്വീകരിക്കത്തില്ല, ആമാശയം അത് ഉൾക്കൊള്ളത്തില്ല. വിശന്ന് വയർ ഒരുമാതിരി കാഞ്ഞ് വാടി കരിഞ്ഞു വല്ലാത്ത അവസ്ഥയിൽ കിടന്നിട്ട് അതിന് അന്നേരം വെള്ളമല്ല ആവശ്യം. ആ ഉദരത്തിന് ആമാശയത്തിന് ആവശ്യമില്ലാത്തത് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് അംഗീകരിക്കാതെ വരുമ്പോൾ നമുക്ക് വല്ലായ്മയുണ്ടാകും. വയറിനെ ബഹിർഗമിച്ച് ഛർദ്ദിലായിട്ട് പുറത്തു കളയുന്നത്. ആ സമയത്ത് നല്ല ആഹാരം കഴിച്ചെന്ത് ചെയ്യും? നല്ല ശക്തിയോടെ ശരീരം നിൽക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ സന്ദർഭോചിതമായി ഈ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ട ആഹാരം നമ്മൾ കഴിച്ചാൽ ശരീരം ശക്തിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത് ഈ പുറമേയുള്ള മൺശരീരത്തിന്റെ ശക്തി പ്രാപിക്കലല്ല. ഒടുവിൽ കർത്താവിൽ അവന്റെ അമിതബലത്തിന് ശക്തിപ്പെടാൻ പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിന്റെ ശക്തിയല്ലത്. ഇതിന്റെ ആരോഗ്യത്തെ പറ്റിയല്ല പറയുന്നത്. ഇതിന്റെ ബുദ്ധിയെ പറ്റിയല്ല പറയുന്നത്. പൗലോസ് ഒരിക്കലും നമ്മുടെ ഭാഗ്യശരീരം മൺകൂടാരത്തിന്റെ മോടി പിടിപ്പിക്കലോ ഈ ഭാഗ്യ കൂടാരത്തിന്റെ ഉറപ്പിനെയല്ല പറയുന്നത്. ഈ പുറംചട്ടയുടെ മോടി പിടിപ്പിക്കലൊന്നുമല്ല പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത് ഹല്ലേലൂയ, നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അകത്തൊരാളത്വമുണ്ടൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് ആത്മമനുഷ്യൻ. ആത്മമനുഷ്യൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറമെയുള്ള ശരീരത്തെ അതിന്റെ ആകാരങ്ങളെ കൊടുത്ത് പുഷ്ടിപ്പെടുത്തുന്നത് പോലെ പൗലോസ് പറയുന്നത് നിന്റെ അകത്തൊരു മനുഷ്യനുണ്ട്. നിന്റെ അകത്തൊരു ആത്മ മനുഷ്യൻ പാർക്കുന്നുണ്ട്. അവൻ ആത്മീയ ആഹാരം കൊടുത്തതിനെ പുഷ്ടിപ്പെടുത്തണം. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ശക്തിപ്പെടേണ്ടുന്നത് ആര്? അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. ഇവിടുത്തെ ശക്തിയല്ല പ്രാപിക്കേണ്ടത്. ഇവിടുത്തെ ഏതെങ്കിലും പവർ അല്ല നമ്മൾ പ്രാപിക്കേണ്ടത്. ഇവിടുത്തെ ഏതെങ്കിലും കാര്യങ്ങൾ തരുന്ന കഴിവുകളല്ല പ്രാപിക്കേണ്ടത്. ഉയരത്തിൽ ദൈവം വച്ചിരിക്കുന്ന ദൈവശക്തിയുണ്ട്. അത് ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അകത്തെ മനുഷ്യൻ പ്രാപിക്കണം. ഹല്ലേലൂയ. ഇതേ ഈ പുസ്തകം തന്നെ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 3:16.
വായിച്ചു അല്ലെങ്കിൽ അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് എന്തോ പൗലോസ് 3-ാം അധ്യായം മുതൽ പഠിപ്പിച്ചു വരുന്നത് ഈ ഭാഗ്യ ശരീരത്തിന്റെ പുറച്ചട്ടമിരിക്കലല്ല. ഹല്ലേലൂയ. ഈ ഭാഗ്യ ശരീരത്തിന്റെ നിലനിൽപ്പിനെയല്ല പൗലോസ് പറയുന്നത്. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ അകത്തെ മനുഷ്യൻ, ആര് ശക്തിപ്പെടണം? അകത്തെ മനുഷ്യൻ, ആത്മമനുഷ്യൻ ശക്തിപ്പെടണം. എന്ത് ശക്തിപ്പെടണം? കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. അതുകൊണ്ടാ പൗലോസിന് തീമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞത്, 2 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യത്തിൽ വായിക്കുന്നത്, ഹല്ലേലൂയ, എന്റെ പ്രിയ മകനാകുന്ന തീമോഥെയോസേ, ക്രിസ്തു യേശുവിന്റെ കൃപയിൽ നീ ശക്തിപ്പെടണം. ഹല്ലേലൂയ. അപ്പോ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. ഏത് ശക്തി പ്രാപിക്കണം? ക്രിസ്തുവിന്റെ ശക്തി, യേശു ക്രിസ്തുവിന്റെ ശക്തി പ്രാപിക്കണം. കർത്താവിലും അവന്റെ അമിത ബലത്തിലും നാം ശക്തിപ്പെടണം. ഇനി എന്തിനാണ് ശക്തിപ്പെടേണ്ടുന്നത്? ഹല്ലേലൂയ. അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നമ്മൾ വായിച്ച 6-ാം അധ്യായത്തിന്റെ 13 വായിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടുന്നതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. ഹല്ലേലൂയ. അപ്പൊ എന്തിനാ ഈ ശരീരം ശക്തി പ്രാപിക്കേണ്ടുന്നത്? ഇച്ചിരി ശക്തി ഇരുന്നോ തന്നെ, ആരോടെങ്കിലൊക്കെ മുഷ്ടി കിട്ടാനും പിന്നെ ഞാൻ ആരെന്ന ഭാവം കാണിക്കാനും ഒക്കെ ഇച്ചിരി ശക്തിയൊക്കെ ഇരിക്കട്ടെ, ഇച്ചിരി വില്ലത്തരമൊക്കെ കാണിക്കല്ലേ. അതിനല്ല ഈ ശക്തി പ്രാപിക്കേണ്ടത്. അകത്തെ മനുഷ്യനെ ശക്തി പ്രാപിക്കാൻ പൗലോസ് പറയുന്നതിന്റെ സാരം താഴോട്ട് വായിക്കുമ്പോൾ, സർവായുധ വർഗം എന്ന് പറയുന്നതിനകത്ത് 7 കൂട്ടം ആയുധങ്ങൾ അവിടെ പറയുന്നുണ്ട്. 7 കൂട്ടം ആയുധങ്ങൾ. സ്തോത്രം. 7 കൂട്ടം ആയുധങ്ങൾ വഹിക്കാനുള്ള കെൽപ്പ് അകത്തെ ആത്മമനുഷ്യൻ ഉണ്ടാകേണ്ടതിന് പൗലോസ് പറഞ്ഞത്, നീ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടാൻ പറഞ്ഞത്. ഈ ആയുധം ധരിക്കാനുള്ള കെൽപ്പുണ്ടാകണം ശരീരത്തിൽ. അല്ലാതെ ഉമ്മ ശക്തിയിരിക്കട്ടെ, ഈ ഭാഗ്യ ശരീരത്തിന്റെ ശക്തിയും അല്ലെങ്കിൽ ഈ ശക്തി പ്രാപിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാനല്ല. അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണം. അകത്തെ മനുഷ്യന് ചില ആയുധം വർഗം ധരിക്കാറുണ്ട്. അകത്തെ മനുഷ്യന് കെൽപ്പ് വേണം. ഈ 7 ആയുധം ശരീരത്തിൽ വഹിക്കാനുള്ള ആരോഗ്യം പ്രാപിക്കേണ്ടുന്നതിന് ഉയരത്തിലെ ദൈവം പൗലോസിൽ കൂടെ വിളിച്ചു പറയുക, നിന്റെ അകത്തെ മനുഷ്യൻ ക്രിസ്തുവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുക. മകരയാവത സ്ഥലത്ത് പോകുന്ന നിർത്താൻ പോവുകയാണ്. പട്ടാളത്തിലൊക്കെ പോകുന്നവരെ നമുക്കറിയാണ്ടില്ലേ? ഹല്ലേലൂയ. അവരെ ഇവിടുന്ന് അവരുടെ ശരീരത്തിന്റെ ഫിറ്റ്നസ് ഒക്കെ കണ്ടുകൊണ്ട് കൊള്ളാം, ഫിസിക്കലും എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി അവിടെ കൊണ്ട് ചെന്നിട്ട് ചുമ്മാ അങ്ങ് കയറ്റി വിടുകയല്ല. നീ പട്ടാളക്കാരനായി എന്ന് പറഞ്ഞ വിടുവൊന്നുമല്ല. ഹല്ലേലൂയ. അവിടെ കൊണ്ട് ചെന്ന് സകല കായിക അഭ്യാസങ്ങളും മുറകളും പഠിപ്പിച്ച് ഓടി ചാടി എക്സർസൈസ് ഒക്കെ ചെയ്യിച്ച് അവന്റെ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി മാറ്റും. ഏത് സാഹചര്യത്തിലും അവന്റെ ശരീരം പ്രതികരിച്ച് നിൽക്കത്തക്കവണ്ണം പാകനാക്കി മാറ്റും, കെൽപ്പുള്ളതാക്കി മാറ്റും, അവന്റെ ശരീരത്തിന് ആരോഗ്യമുള്ളതാക്കി മാറ്റും. പല വിധത്തിലുള്ള ട്രെയിനിങ് കൊടുത്ത് അവനെ സജ്ജനാക്കി കൊണ്ടുവന്ന് അവന്റെ ശരീരത്തിലേക്ക് ഈ ട്രെയിനിങ് എല്ലാം കഴിയുമ്പോൾ ശത്രുവിനോട് പോരാടാനുള്ള ചില ആയുധ വർഗം അവന്റെ ശരീരത്തിൽ വെച്ചു കൊടുക്കും. ചുമ്മാതെ കൊണ്ട് വെച്ചു കൊടുത്തവന്റെ ശരീരം അത് താങ്ങില്ല, അവന്റെ ശരീരം അത് അവൻ ഏറ്റെടുക്കില്ല, അവന്റെ
ഹല്ലേലൂയ. തോക്കുന്നതിനുള്ള നല്ല വെയിറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ തലയിലിരിക്കുന്ന ശിരസ്ത്രം ഭയങ്കര വെയിറ്റാണ്. അവന്റെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിക്കും, ഭയങ്കര വെയിറ്റാണ്. അവന്റെ കാലിൽ കിടക്കുന്ന ബൂട്ട് നമ്മളിടുന്ന പോലെയല്ല. കാട്ടിലും മണ്ണിലും അവൻ മലയിലും അവൻ പാറക്കെട്ടുകൾക്ക് കല്ലിനകത്തും മുള്ളിനകത്തും ഒക്കെ ചവിട്ടി കയറി പോകേണ്ടതായതുകൊണ്ട് അവന്റെ ബൂട്ടിന് നല്ല വെയിറ്റ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാ. ഹല്ലേലൂയ. അവന്റെ തലയിലിരിക്കുന്ന ശിരസ്ത്രം നല്ല വെയിറ്റ് ഉള്ളത്. അവനിട്ടിരിക്കുന്ന പടച്ചത്ത വെയിറ്റ് ഉള്ളത്. അവന്റെ വസ്ത്രം, അവന്റെ യൂണിഫോം വെയിറ്റ് ഉള്ളത്. ഹല്ലേലൂയ. ഇതിലൊക്കെ ഉപരിയായി അവന്റെ പുറത്തൊരു പാണ്ടക്കെട്ട് കാണും. ഹല്ലേലൂയ. അതിനകത്ത് ഈ തോക്കിനകത്ത് നിറയ്ക്കാനുള്ള ചെറിയ വെടിയുണ്ടകളും അതുപോലെ കടിച്ചു വലിച്ചെറിയുന്ന പടക്കങ്ങളും അങ്ങനെയൊക്കെയുള്ള കത്തിയും അതിന്റെ ആയുധങ്ങൾക്കൊക്കെ ആവശ്യമുള്ള പലവിധ സജ്ജീകരണങ്ങൾ ബാഗിനകത്ത് കാണും. ഇതവന്റെ മുതുകത്ത് കാണും. അതിനുകൊണ്ട് നല്ല വെയിറ്റ്. ഹല്ലേലൂയ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ബാഗും ഈ പടച്ചട്ടയും ഹല്ലേലൂയ അവന്റെ കാലിലിട്ടിരിക്കുന്ന ഷൂസും അതുപോലെ അവന്റെ ശിരസ്ത്രവും തോക്കുമൊക്കെ ധരിച്ചുകൊണ്ട് അവൻ കയറ്റത്തുകൂടെ കയറേണ്ടി വരും, ഇറക്കത്തുകൂടെ ഇറങ്ങേണ്ടി വരും, നദി താണ്ടേണ്ടി വരും, മതിലുകൾ ചാടി കടക്കേണ്ടി വരും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഭാഗ്യ ശരീരം ഫിറ്റ്നസ് ഇല്ല എങ്കിൽ ആയുധം ധരിക്കാൻ പറ്റില്ല. അവന്റെ മുമ്പിൽ നിൽക്കുന്ന പടക്കളവേടികളെ, അവന്റെ മുമ്പിൽ നിൽക്കുന്ന പോരാട്ട ശക്തികളെ കണ്ടിട്ട് അവന് പോരാടാൻ കഴിയാതെ അവൻ അവൻ ഓടി തളർന്നു വീഴാൻ സാധ്യതകളുള്ളത് പോലെ അവൻ ഒരു ഗവൺമെന്റ് ഒരു പട്ടാളക്കാരനെ സജ്ജമാക്കുന്നത് പോലെ ഇത്തരത്തിൽ വിളിച്ചു പറയുന്നു. നിന്റെ അകത്തെ മനുഷ്യൻ പോരാട്ട വീര്യത്തോടെ അവൻ സജ്ജമായിട്ടുണ്ട്, കേൾപ്പുള്ളതായിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ഭാഗ്യശത്രു നിൽക്കുന്നത് പോലെയല്ല. അവൻ ഏതെങ്കിലും രാജ്യം നിനക്കെതിരെ വരുന്നത് പോലെയല്ല. അവൻ ദൈവത്തിന്റെ വൈവരെ ആത്മ മനുഷ്യ നിനക്കെതിരെ വരുന്ന യുദ്ധം അവൻ ഈ ലോകത്തിലെ ശക്തിയല്ല, ഈ ലോകത്തിലെ യാതൊരു രാജ്യശക്തികളല്ല, ഈ ലോകത്തെ ഭരണശക്തികളല്ല, ഇവിടുത്തെ രാഷ്ട്രീയ ശക്തികളല്ല. നിനക്കെതിരെ നിൽക്കുന്ന ചില വാഴ്ചകളാ, നിനക്കെതിരെ നിൽക്കുന്ന ചില അധികാരങ്ങളാ, നിനക്കെതിരെ നിൽക്കുന്ന ചില അന്ധകാരത്തിന്റെ ലോകാധിപത്യ ശക്തികളാ, നിനക്കെതിരെ നിൽക്കുന്നത് ശക്തികളാ, സേനകളാ, ചില വാഴ്ചകളാ, ചില അധികാരങ്ങളാ. അതുകൊണ്ട് ഇന്നോടൊപ്പം വിളിച്ചു പറയുക, നിന്റെ ആദ്യത്തെ മനുഷ്യർ ആത്മബലത്തോടെ അകത്തെ മനുഷ്യൻ കെൽപ്പുള്ളതാകാൻ, ശക്തിയുള്ളതാകാൻ, ആയുധധാരികളായി തീരാൻ, ആയുധം പേറാനുള്ള ഒരാത്മശക്തി അവന് പ്രാപിക്കേണ്ടുന്നതിന് പൗലോസ് പറഞ്ഞത് അകത്തെ മനുഷ്യൻ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. പിശാചിന്റെ തന്ത്രത്തോട് പോരാടാനല്ല, ഈ ആയുധം വഹിക്കാനുള്ള കെൽപ്പ് പ്രാപിക്കാനാണ്. ഈ ആയുധം വഹിക്കാൻ 7 വിധത്തിലെ ആയുധമാണ് പറഞ്ഞിട്ടുണ്ട്. 7 വിധത്തിലെ ആയുധം. ഈ ആയുധം ധരിക്കണമെങ്കിൽ അകത്തെ മനുഷ്യൻ ആരോഗ്യം വേണം, അകത്തെ മനുഷ്യൻ ഫുൾ ഫിറ്റ്നസ് ആയിരിക്കണം. അവന് ഒരു വിധത്തിലും വാട്ടമോ ക്ഷീണമോ തളർച്ചയോ ഉണ്ടാകരുത്. അവൻ എവിടെ വരെ അവൻ നീ പോർക്കളം വേടയിൽ ഇറങ്ങി അവൻ യുദ്ധം അവസാനിച്ചിട്ട് അവൻ നിത്യതയ്ക്കകത്ത് കയറുന്നത് വരെ അവന് തളരരുത്. നീ വീട് പോകരുത്, നീ പരാജയപ്പെട്ടു പോകരുത്, നീ പിൻപൊട്ടു മാറരുത്. പടക്കളത്തിൽ പോരാടി മുന്നേറുന്ന ഒരു പടക്കുതിരയെ പോലെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സക്കറിയാവിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ എന്റെ ആടുകളുടെ ഇടയിൽ ഞാൻ സന്ദർശിക്കും. എന്റെ ആടുകളുടെ ഇടയിൽ ഞാൻ സന്ദർശിക്കുമ്പോൾ ഹല്ലേലൂയ അവരെ ഞാൻ പടക്കുളത്തില് ഒരു തുരകമാക്കി മാറ്റും, തുരകമാക്കി മാറ്റും. ആടുകളുടെ ഇടയിലേക്ക് ദൈവാത്മ ശക്തി വ്യാപരിക്കുമ്പോൾ ആടുകൾ പടക്കളത്തിനകത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു തുരകമായി മാറണം. തുരകം എന്ന് പറഞ്ഞാൽ പടക്കളത്തിലെ കുതിര എന്നാണ്. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് വരുമ്പോൾ നമ്മൾ ആടുകളായിരിക്കണം.
ഹല്ലേലൂയ. പൈശാചിക മേഖലകളും മണ്ഡലങ്ങളും നമുക്കെതിരെ വരുമ്പോൾ, പോർക്കളത്തിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ, അവിടെ ആടുകളായിട്ടിരുന്ന് ദുഷ്ട വ്യാപാര ശക്തികൾ നമ്മളെ കടിച്ചു കയറും. പടക്കളത്തിനകത്തേക്ക് ഇറങ്ങുമ്പോൾ ആടുകളായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ആത്മശക്തി പ്രാപിച്ചുകൊണ്ട് പടക്കളത്തിലെ ഒരു തുരകമായി ഒരു കുതിരയായി തീരണം. അതിനായി ശക്തി പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രം കൊണ്ട് എതിർക്കാനുള്ള ആയുധം കൊണ്ടായി എതിർക്കേണ്ടുന്നത്. ഹല്ലേലൂയ. ശക്തി കൊണ്ടല്ല, യുക്തി കൊണ്ടല്ല, മുഷ്ടി കൊണ്ടല്ല, വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ടല്ല. അവൻ ശത്രുവിനെ എതിർക്കാൻ നീ ആയുധധാരിയായിരിക്കണം. ഓ ഹല്ലേലൂയ. സ്തോത്രം. 2025 ദൈവം തന്നൊരു ദർശനമായി എനിക്ക് ദൈവം തന്നൊരു വെളിപ്പാട്. 2025 ശത്രുവിന്റെ തന്ത്രങ്ങളുടെ വർഷമാണ്. അവൻ പിശാചിന്റെ തന്ത്രങ്ങളുടെ വർഷമാണ്. ഇതിനോട് എതിർത്ത് നിൽക്കാൻ, ഇതിനോട് പോരടിക്കാൻ, ഇതിനോട് പടവരുതാൻ ആത്മമനുഷ്യൻ അകതാരിൽ ശക്തിയാർജിച്ചുകൊണ്ട് ആത്മികമാകുന്ന പടവാളെത്തിക്കൊണ്ട് ആത്മികമാകുന്ന ആയുധവർഗം ധരിച്ചുകൊണ്ട് സർവായുധധാരിയ ഈ നാളികതി പടക്കളത്തിനകത്ത് അവൻ ശത്രുവിനെ അവൻ വാൾ വീശ ശക്തിയാർജിച്ചുകൊണ്ട് ഇറങ്ങിക്കൊള്ളണം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് എഴുതിയിട്ടുള്ളത് ഹല്ലേലൂയ. എന്താ? ദൈവത്തിന്റെ സർവായുധ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടുന്നതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു. അവിടെ വായിക്കുമ്പോഴാ നമുക്ക് കാര്യം കറക്റ്റ് ആവുന്നത്. അവിടെ എന്ന് പറയുന്ന പുസ്തകം വീടിരിക്കുന്നത്. ഹല്ലേലൂയ. അവർ സർവായുധ വർഗം ധരിക്കണം. ഓരോന്ന് വിശദീകരിക്കുന്ന സത്യവും നീതിയും ചെരുപ്പും വിശ്വാസവും രക്ഷയും വാളും എല്ലാത്തിനും ഉപരിയായി പ്രാർത്ഥന എന്ന 7ാമത്തെ ആയുധം. ഹല്ലേലൂയ. ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന 6 ആയുധങ്ങൾ അവൻ ഒരുപക്ഷെ നമ്മൾ അത്ര കണ്ടങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും 7ാമത്തെ ആയുധം നിനക്ക് എപ്പോഴും നിന്റെ കൂടെ കാണണം. പ്രാർത്ഥന എന്ന ആയുധം. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന ആയുധം ആര് കരത്തിലേന്തിയിട്ടുണ്ടോ, ആര് അത് ശിരസാവഹിച്ചിട്ടുണ്ടോ, അവിടെ ശത്രു വരില്ല, അവിടെ പൈശാചിക മേഖല വരില്ല. അവൻ പ്രസംഗിക്കുന്നവരെ പിശാചിനെ പേടിക്കണമെന്നില്ല, അവൻ പാടുന്നവരെ പിശാചിനെ പേടിക്കണമെന്നില്ല, പേടിക്കണമെന്നില്ല. അവൻ മറ്റ് ഏതെങ്കിലും കാര്യങ്ങളുള്ളവരെ പിശാചിനെ പേടിക്കണമെന്നില്ല. സാത്താന്യ തന്ത്രങ്ങൾ ഭയപ്പെടണമെന്നില്ല. പക്ഷേ മുഴങ്കാൽ മടക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ അവൻ പിശാച് ഭയപ്പെടും. പ്രാർത്ഥിക്കുന്നവന്റെ അടുത്തൊന്നും പിശാചിന്റെ ഒരു പണി നടക്കുകയല്ല, അവന്റെ ഒരു കുട്ടികച്ചവടം അവിടെ നടക്കുകയല്ല. നീ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെങ്കിൽ, നീ കരയുന്ന ദൈവ പൈതലെങ്കിൽ, നീ മുഴങ്കാലം നടക്കുന്ന ദൈവത്തിന്റെ പൈതലെങ്കിൽ 2025 തീരുമാനമെടുക്ക്. ആര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ, മറ്റായുധങ്ങൾ കരത്തിലെടുക്കില്ലെങ്കിൽ, പ്രാർത്ഥനയെന്നായി നിങ്ങൾ കാത്തുവെക്കില്ല, പ്രാർത്ഥനയെന്നായി നിങ്ങൾ മാറ്റിവെക്കില്ല. എന്റെ ആത്മ മനുഷ്യനോട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥന എന്നെ ആയുധത്തെ കരത്തിലെത്തിക്കൊണ്ട് ഈ നാളുകൾ ഞാൻ പടവരുതും പടവരുതും പടവരുതും. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോഴേ അവൻ തന്റെ മുമ്പിലുള്ള ദൗത്യം അത്ര ചെറിയ ദൗത്യമൊന്നുമല്ല, അതിഭീകരമായ ഒരു ദൗത്യമായിരുന്നു. അത്രയ്ക്കും അതിഭയങ്കരമായ ഒരു ദൗത്യം കൊടുത്ത് ലോകത്തിലേക്ക് വിട്ടപ്പോൾ അവൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു പകൽ അന്തിയോളം ശിഷ്യന്മാരുമായിട്ട് പോയി ചെന്ന് പരസ്യ ശുശ്രൂഷകൾ നടത്തുകയാണ്. അവൻ രോഗികളെ സൗഖ്യമാക്കിയും ദീനക്കാരെ സൗഖ്യമാക്കിയും മുടന്തരി നടത്തിയും കണ്ടു കാണാത്തവർക്ക് കാഴ്ച കൊടുത്തും ചെവി കേൾക്കാത്തവർക്ക് ചെവിക്ക് കേൾവി കൊടുത്തും അങ്ങനെയൊക്കെയുള്ള അവൻ ഭയങ്കരമാകുന്ന ശുശ്രൂഷകൾ ചെയ്ത് അവൻ പീഡിതരെ കെട്ടടിച്ചു വിട്ടു, പാപികൾക്ക് മനസാന്തരം കൊടുത്തു, അഗതികളെ അങ്ങോട്ട് ചേർത്തടച്ചുമൊക്കെ യേശുക്രിസ്തു പകൽ അന്തിയോളം അവൻ പരസ്യ ശുശ്രൂഷ ചെയ്തിട്ട് അവൻ ശരീരം ക്ഷീണിച്ചു പോയി തളർന്നു പോയി എന്ന് പറഞ്ഞ് രാത്രിയിൽ എവിടെങ്കിലും പോയി ചെന്ന് പൂത്തുപോലെ കിടന്ന് ഉറങ്ങിയ ചരിത്രം അവൻ യേശുവിനില്ല. അവൻ രാത്രിയിൽ അവൻ ശിഷ്യന്മാരെ അവരുടെ ഭവനത്തിലേക്ക് വിശ്രാമത്തിന് പറഞ്ഞു വിട്ടിട്ട് യേശു വിജനമായ സ്ഥലത്തിലേക്ക് വാങ്ങിപ്പോകുകയാണ്, നിർജ്ജനമായ സ്ഥലത്തേക്ക് വാങ്ങിപ്പോകുകയാണ്, പാറക്കെട്ടുകൾക്കടുത്തേക്ക് വാങ്ങിപ്പോകുകയാണ്. അവൻ വന്ന് ഇരുട്ടുന്ന മേഖലയിലേക്ക് യേശു വാങ്ങിപ്പോകുക. എന്തിനാണെന്നറിയാമോ? നേരം വെളുക്കുന്നതുപോലെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയാണ്, മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയാണ്. ആനന്ദ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ പ്രാപിക്കാൻ, ആനന്ദ നടപടികൾ ചെയ്യാൻ കൃപ പ്രാപിക്കാൻ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ കൃത്യതയോടെ ചെയ്യാൻ കൃപ പ്രാപിക്കാൻ, പ്രാർത്ഥനയിൽ നിന്ന് മടുത്തു പോകാതെ യേശു പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ.
അതുകൊണ്ട് സാത്താന്യ സാമ്രാജ്യങ്ങൾ യേശുവിനെ പരാജയപ്പെടുത്തിയില്ല. സാത്താന്യ മണ്ഡലങ്ങൾ യേശുവിനെ ഒതുക്കാൻ നോക്കി. അനുമതിക്കാരന്റെ യോസഫിന് വേണ്ടി വെട്ടി ഉണ്ടാക്കിയ കല്ലറയ്ക്കകത്തവനെ ഒതുക്കി. അവൻ റോമനമ്പരിയെ മുന്നിൽ ചോർത്തിയതാകുന്ന അടച്ചു വെച്ച പാറ കൊണ്ട് അവനെ ഒതുക്കാൻ നോക്കി. പക്ഷേ അകത്ത് കിടക്കുന്നത് ഈ യുഗത്തിന്റെ പാറയായതുകൊണ്ട് അവൻ അങ്ങ് തന്റെ ജനത്തിന് വേണ്ടി ദാഹം തീർക്കാൻ ആടിക്കൊണ്ട് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്ത അവൻ തകർക്കപ്പെട്ട പാറയാകുന്നെങ്കിൽ എന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ആ പാറയാകുന്ന ക്രിസ്തുവേശു, യുഗത്തിന്റെ പാറയാകുന്ന ക്രിസ്തുവേശു ആ രണ്ട് പാറകളെ തട്ടി തകർത്തുകൊണ്ട് യേശു പുറത്തു വന്നു. അവന്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. പ്രാർത്ഥിക്കുന്നവരെ ഒതുക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവരെ തകർക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഒന്നിനും അണച്ചു വെക്കാൻ കഴിയത്തില്ല. ഒന്നിനും ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സാത്താന്യ സകല അവൻ തന്ത്രങ്ങളെയും അവന്റെ സാമ്രാജ്യങ്ങളെയും തകർത്തുകൊണ്ട് അവന്റെ സകലവിധമാകുന്ന ഈടപാടുകളെ തച്ചുടച്ചുകൊണ്ട് യേശു പുറത്തു വന്നു. അവൻ സകല നാമത്തിന് മേലായ നാമം ധരിക്കപ്പെട്ടവനായിരുന്നെങ്കിൽ അതവന്റെ പ്രാർത്ഥനയുടെ ബലമാണ്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നാം സർവായുധ വർഗം ധരിക്കാൻ ഈ ശരീരത്തിന് കെൽപ്പുള്ളതായി മാറണം. ഈ ശരീരത്തിന് കെൽപ്പുള്ളത് അതാണ് നമ്മൾ നേരത്തെ വായിച്ചത് 3:16 എഫേസ്യർ 3:16 വായിച്ചില്ലേ? പൗലോസ് എത്ര കൃത്യമായിട്ട് അതോടെ വാക്യം ഒന്നുകൊണ്ട് വായിക്കാം. ആ വാക്യം അവൻ വായിച്ചു നിർത്താം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത്. നിങ്ങളുടെ അകത്തെ ആത്മമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശക്തിയോടെ ബലപ്പെടണം. ശക്തിയോടെ ബലപ്പെടണം. ശക്തിയോടെ ബലപ്പെട്ടുകൊണ്ട് 2025 നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. അവിടെ താഴോട്ട് വായിക്കണം. നമ്മൾ വായിച്ചപ്പോൾ വാക്യത്തിൽ 6:10 മുതൽ താഴോട്ട് ശാന്തമായിട്ട് വായിക്കണം കേട്ടോ. അവൻ വീട്ടിൽ ചെന്നിട്ട് വായിക്കണം. 7 വിധത്തിലെ ആയുധങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ ഓരോ ആയുധങ്ങളും ആ ആയുധത്തിന്റെ ഉപയോഗങ്ങളും ഒക്കെ പറയണം. ഹല്ലേലൂയ. അവിടെ ഈ പറയപ്പെടുന്ന 7 ആയുധങ്ങളിൽ ഹല്ലേലൂയ പ്രാർത്ഥന അടക്കമുള്ള 6 ആയുധങ്ങൾ നമുക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാ. പക്ഷേ ഹല്ലേലൂയ അതിനകത്ത് വേറെ ഒരു ആയുധത്തെ പറ്റി പറയുന്നുണ്ട്. വചനം എന്ന ആത്മാവിന്റെ വാള് എന്ന് പറയുന്നത് പ്രതികരിക്കാനല്ല, അത് ഉപയോഗിക്കാനാണ്. ഹല്ലേലൂയ. ബാക്കി ആയുധങ്ങളൊക്കെ പ്രതികരിക്കാനാണ്. സംരക്ഷണത്തിനും നമുക്ക് അവൻ രക്ഷയ്ക്ക് വേണ്ടിയൊക്കെ പ്രതികരിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ അവൻ അങ്ങനെ ആത്മാവിന്റെ വാള് എന്ന ആയുധം അത് ഉപയോഗിക്കാന് ശത്രുവിനെ വെട്ടാന് 2025 അവന്റെ കരത്തിലൊരു വാള് നീയണം. ഹല്ലേലൂയ. സ്തോത്രം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഹല്ലേലൂയ പറയുന്നു, അവൻ സാത്താന്റെ തന്ത്രങ്ങളോട് സാത്താന്റെ തന്ത്രങ്ങളിൽ അവൻ നിങ്ങളെ പിശാചുകളെ പരാജയപ്പെടുത്തരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ഹല്ലേലൂയ. അപ്പൊ ഇവൻ തന്ത്രം കൊണ്ടുവരുന്നത് എന്തിനാ? സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. സാത്താന്റെ തന്ത്രം കൊണ്ടുവരുന്നത് തോൽപ്പിക്കാനാണ്. 2025 തോറ്റു കൊടുക്കരുത്. 2024 തോറ്റു പിന്മാറിയെങ്കിൽ 2025 ചില ആയുധങ്ങൾ എന്താണ്? ഹല്ലേലൂയ. ചില ആയുധങ്ങൾ എന്തി പരാജയപ്പെടുത്തി കഴിഞ്ഞ മേഖലകളിൽ 2025 തിരിച്ചു പിടിക്കുന്ന വർഷമാകണം. അവൻ ഉറങ്ങരുത്. ആത്മീയ ഉറക്കം വരരുത്. ഉണരരുത്. പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാളുകൾ ഈ ശക്തിയെ പ്രാപിച്ച് അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി അകത്തെ മനുഷ്യരെ ഈ സർവായുധ വർഗധാരിയാക്കി തീർത്തുകൊണ്ട് 2025 വെട്ടിപ്പിടിച്ചടക്കിക്കൊണ്ട് അവൻ ജയത്തിന്റെ വേലിവിളക്കിക്കൊണ്ട് മുൻപേറി പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ട സമയം ദാസനുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. Praise the Lord. Hallelujah.